അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ARP സ്പൂഫിംഗ് ആണ്. ഇപ്പോൾ ARP എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ ആണ്. ARPയുടെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോളിനെ സ്പൂഫ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഹാക്കർമാർ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക, ഇതൊരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഇതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ഇങ്ങനെ പല സിസ്റ്റംസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്, ഈ നെറ്റ്വർക്ക് കണക്ട് ചെയ്തേക്കുന്ന വേറൊരു സിസ്റ്റമാണ്, ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന വേറൊരു കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഇതിനെ നമുക്ക് C1 എന്ന് ചോദിക്കണമെങ്കിൽ ഇത് C2, ഇത് പല ലൊക്കേഷനിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകളായിരിക്കും. ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആരുടെ സഹായം തേടാം? ഈ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പല കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഇനി എന്താണ് ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ നമുക്കിവിടെ സോഴ്സ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ C1 നിന്ന് എനിക്ക് C3യിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ C1 നിന്ന് C3യിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അപ്പം നമുക്കറിയാവുന്നത് C3യുടെ IP അഡ്രസ്സ് അറിയാം. ഈ IP അഡ്രസ്സിന് അറിയാമെങ്കിൽ ആ C3യുടെ IP അഡ്രസ്സിനെടുത്ത് MAC അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ നമ്മൾ പറയുന്ന പേരാണ് ARP എന്ന് പറയും. ഇപ്പോൾ MAC അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, നമുക്ക് ഓരോ കമ്പ്യൂട്ടറിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഹാർഡ്വെയർ അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പം ഏതെങ്കിലും നമ്മുടെ ഫോണിൽ നിന്നൊരു വ്യാജ ഇമെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഓരോ കമ്പ്യൂട്ടറിനും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ നമ്മുടെ ഫോണുകൾക്കൊക്കെ ആയിട്ടൊരു കോഡുണ്ട്. ഈ കോഡ് നമ്മൾ പറയുന്ന പേരാണ് MAC അഡ്രസ്സ് എന്ന് പറയും. അപ്പോൾ ആ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടർ ആ സിസ്റ്റത്തിനെ മാത്രമായിരിക്കില്ല, നമ്മളതിനെ ഹോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഹോസ്റ്റിനെ മാത്രം ഐഡൻറ്റിഫൈ ആയിട്ടായിരിക്കും ആ ഒരു അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ അഡ്രസ്സ് നമ്മൾ പറയുന്ന പേരാണ് MAC അഡ്രസ്സ് എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഒരു IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ IP അഡ്രസ്സ് ഉള്ള കമ്പ്യൂട്ടറിനെ ആ IP അഡ്രസ്സിൽ നിന്ന് അതിൻ്റെ കമ്പ്യൂട്ടറിനെ MAC അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ് ARP എന്ന് പറയും. ഇത്രേ ഉള്ളൂ. IP അഡ്രസ്സിൽ നിന്ന് ആ കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ്സിലേക്ക് IP to MAC അഡ്രസ്സിനെ MAC അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ് ഇതെന്ന് പറയുന്നത് ARP എന്ന് പറയും. അപ്പോൾ ഈ ARP പ്രോട്ടോക്കോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ C1 എന്നുള്ള കമ്പ്യൂട്ടറിന് C3 എന്നുള്ള കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കണമെങ്കിൽ C1-ൻ്റെ ഒരു ചെറിയ ക്യാഷ് മെമ്മറി എന്നൊരു മെമ്മറി കാണും. ഈ മെമ്മറിയിൽ ഈ C3 കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ്സ് ഉണ്ടോ എന്ന് അവർ ആദ്യം പോയി ചെക്ക് ചെയ്യും. അതായത് ഇപ്പോൾ C1-ന് C3ക്കാണ് അയക്കേണ്ടതെങ്കിൽ ഈ C1-ൻ്റെ ക്യാഷിൽ നമ്മൾ ഓൾറെഡി ഇവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, C1 C3 ആയിട്ട് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ എപ്പോഴെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ C3യെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവൻ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഇവൻ്റെ ക്യാഷിൽ MAC അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും, അതായത് C3യുടെ MAC അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവൻ ആ MAC അഡ്രസ്സ് എടുത്ത് C3 ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ഇല്ലെന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ ഇവൻ IP അഡ്രസ്സ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതായത് ഇവൻ്റെ ഇരിക്കുന്ന ഈ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സ് ഇവന് ചെല്ലും, ഈ IP അഡ്രസ്സ് ഇവന് ചെല്ലും, ഈ IP അഡ്രസ്സ് ഇവന് ചെല്ലും. അത് നെറ്റ്വർക്കിൽ ആരൊക്കെയുണ്ട് ഇവർക്കെല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുക എന്നുള്ളതാണല്ലോ. എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഇവൻ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് സെൻഡ് ചെയ്യും. അപ്പം ഈ IP അഡ്രസ്സ് ഉള്ള ഈ മെഷീൻ ഈ മെസ്സേജിനോട് ബാക്കിയെല്ലാം ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ ഈ C2 നോക്കുമ്പോൾ ഇവൻ്റെ IP അഡ്രസ്സ് അല്ല വന്നേക്കുന്നത്, ഇവൻ ഇഗ്നോർ ചെയ്യും. C3 നോക്കുമ്പം, അല്ലെങ്കിൽ C4 നോക്കുമ്പം ഇവൻ്റെ IP അഡ്രസ്സ് അല്ല വന്നേക്കുന്നത്, ഇവനും ഇഗ്നോർ ചെയ്യും. അപ്പോൾ C3 നോക്കുമ്പോൾ ഇവൻ്റെ IP അഡ്രസ്സാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി വന്നേക്കുന്നത്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജിനോട് ഇവൻ റെസ്പോണ്ട് ചെയ്തിട്ട് ഇവൻ്റെ MAC അഡ്രസ്സ് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് C1-ന് C3 ആയിട്ട് ഈ MAC അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. ഇങ്ങനെയാണ് സാധാരണ ഈ ARP എന്ന് പറയുന്ന ഈ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. എന്താണ് നമ്മുടെ ഈ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്റ്റിന് വേറൊരു ഹോസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ MAC അഡ്രസ്സ് ആവശ്യമായിട്ട് വരും. MAC അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ എങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ MAC അഡ്രസ്സ് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ MAC അഡ്രസ്സിലുള്ള കമ്പ്യൂട്ടറുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇനി അവൻ MAC അഡ്രസ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്യും, അവനറിയാവുന്ന IP അഡ്രസ്സ് വെച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇതിലാരും നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ തിരിച്ച് ഈ ARPക്ക് ഒരു തിരിച്ചു കൊടുക്കും. ARPക്ക് ഒരു റെസ്പോണ്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവൻ്റെ MAC അഡ്രസ്സ് അയച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ആ MAC അഡ്രസ്സ് വെച്ച് കോൺവെർസേഷൻ ബിഗിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നോർമലി ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്.
ഇനി അവിടെ എന്താണ് അല്ലെങ്കിൽ ഇതിനെ സ്പൂഫിങ് നടക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ വിഷം ചേർക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് സ്പൂഫ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ARP പോയിസണിങ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമികൾ അല്ലെങ്കിൽ ഹാക്കറാണെന്ന് വിചാരിക്കുക, അറ്റാക്കർ ഉപയോഗിക്കുന്ന ഒരു ഹാക്കിംഗ് സാങ്കേതിക വിദ്യയാണ് ARP പോയിസണിങ് എന്ന് പറയുന്നത്. ഒരു ഹാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ARP പോയിസണിങ് എന്ന് പറയുന്നത്. ഇതിൽ വ്യാജമായിട്ടൊരു ARP സന്ദേശങ്ങൾ അയച്ച് നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഇവിടെ ഈ ജനറലി പറയുകയാണെങ്കിൽ ഈ C1 എന്നുള്ള കമ്പ്യൂട്ടറിന് നമുക്ക് C3 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സ് ഇവൻ സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവൻ ഹാക്കർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കർ ഈ മെസ്സേജിനോട് റെസ്പോണ്ട് ചെയ്യും. ഇവനെ പയ്യെ ഹൈഡ് ചെയ്തുകൊണ്ട് ഹാക്കറായിരിക്കും. ഇപ്പം ഇത് ഹാക്കറുടെ മെഷീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹാക്കർ എന്ത് ചെയ്യും, ഈ IPക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവൻ്റെ MAC അഡ്രസ്സ് അയച്ചു കൊടുക്കും. അപ്പം ഇവൻ വിചാരിക്കുന്നത് എന്താണ്, ഇപ്പം MAC അഡ്രസ്സ് കിട്ടിയതുകൊണ്ട് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും റെസ്പോണ്ട് ചെയ്തതെന്ന് ഓർത്തുകൊണ്ട് ഇവൻ ഈ ഡാറ്റ മുഴുവൻ ആർക്ക് അയച്ചു കൊടുക്കും, ഈ ഹാക്കർ വണ്ണിന് അയച്ചു കൊടുക്കും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ARP സ്പൂഫിംഗ് എന്ന് പറയും. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ MAC അഡ്രസ്സ് വെച്ച് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഹാക്കർ അവൻ്റെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ അവൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കമ്മ്യൂണിക്കേഷൻ തിരിച്ചു വിടുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് ARP സ്പൂഫിംഗ്. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് ഇതിലെ നോട്ടിലെ കാര്യങ്ങൾ നോക്കാം. ARP poisoning is a technique that used to attack Ethernet network and that may be letting attacker sniff the data. അറ്റാക്കർ ലാനിലുള്ള ഡേറ്റയെ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ട്രാഫിക്കിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി ചെയ്യുന്ന ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരാണ് ARP poisoning എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഡേറ്റ മോഷ്ടിക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡേറ്റ എടുക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ARP സ്പൂഫിംഗ് എന്ന് പറയും. ഒരു ഫേക്ക് ആയിട്ടുള്ള സ്പൂഫഡ് ആയിട്ടുള്ള ARP മെസ്സേജിനെ ലാനിലേക്ക് അയക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അയക്കുന്ന ARP മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്, ഫേക്കാണ്. ഇവനല്ല ഒറിജിനൽ. ഇവൻ അയക്കുന്നത് പോലെ അയക്കും ഈ ഹോസ്റ്റ്, ഈ ഹാക്കർ അവൻ്റെ MAC അഡ്രസ്സ് അയച്ചു കൊടുക്കുകയാണ്. ഒരു ARP മെസ്സേജിന് അയച്ചു കൊടുക്കും. ആ ഫോൾസ് മെസ്സേജിനകത്ത് ഫോൾസ് MAC അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് നെറ്റ്വർക്കിനെ കൺഫ്യൂസ് ചെയ്യുകയും അതുമൂലം ആ റിസൾട്ട് മൂലം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീന് മിസ്റ്റേക്കിലി സെൻഡ് ടു അനദർ, അതായത് ആ മെഷീൻ മിസ്റ്റേക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഹാക്കറുടെ മെഷീനിലേക്ക് എന്ത് ചെയ്യും, ഡേറ്റനെ അയച്ചു കൊടുക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലി പറയുന്ന മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നോ ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നൊക്കെ നമ്മൾ ജനറലി പറയും. ഇതാണ് ഈ ARP സ്പൂഫിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജനറലി ഇതിനെ നമ്മൾ പറയുവാണെങ്കിൽ നോർമലി വർക്ക് ചെയ്യുന്നത് ഒരു മെഷീന് വേറൊരു മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കണമെങ്കിൽ ആ ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ MAC അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. ആ MAC അഡ്രസ്സ് അറിയുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ നോർമലി ഇവർ നേരത്തെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോഴ്സിൻ്റെ ക്യാഷിനകത്ത് MAC അഡ്രസ്സ് കാണും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ IP അഡ്രസ്സ് വെച്ച് എല്ലാവരോടും ചോദിക്കും, ഈ IP അഡ്രസ്സിൻ്റെ MAC അഡ്രസ്സ് നിങ്ങൾ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഒറിജിനൽ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യും, അവൻ്റെ MAC അഡ്രസ്സ് അയച്ചു കൊടുത്താണ് നോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കൺസെപ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഇത് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് ARP പ്രോട്ടോക്കോൾ എന്ന് പറയും. നമ്മൾ വഹിക്കുന്ന IP അഡ്രസ്സിനെ നമ്മൾ എന്തായി MAC അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഹാക്കിംഗ് അല്ലെങ്കിൽ സ്പൂഫിംഗ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാക്കർ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ്റെ ഇപ്പം ഒരു സോഴ്സ് ഒരു IP അഡ്രസ്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കർ അത് മേടിച്ചെടുത്തിട്ട് അവൻ്റെ MAC അഡ്രസ്സ് അയച്ചു കൊടുക്കും, ഞാനാണ് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു MAC അഡ്രസ്സ് നമ്മൾ സ്നിഫ് ചെയ്യാനെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ കിട്ടി കഴിഞ്ഞാൽ സോഴ്സ് എന്ത് ചെയ്യും, അവൻ്റെ MAC അഡ്രസ്സിലേക്ക് ഡേറ്റ മുഴുവൻ അയച്ചു കൊടുക്കുകയും അത് പലതരത്തിലുള്ള അറ്റാക്കിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ARP പോയിസണിങ് എന്ന് പറയും, അല്ലെങ്കിൽ ARP സ്പൂഫിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ജനറൽ ARP സ്പൂഫിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സ്പൂഫിംഗ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കൗണ്ടർ മെഷറുകൾ സ്വീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ARP സ്പൂഫിംഗ് ആൻഡ് പോയിസണിങ് കൗണ്ടർ മെഷറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം ഒരു സിസ്റ്റത്തിലേക്ക് ഒരു സാധാരണ നമ്മൾ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ക്യാഷിൽ നമുക്ക് എന്താണ് MAC അഡ്രസ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ, നമ്മൾ എല്ലാവർക്കും IP അഡ്രസ്സ് അയച്ചു കൊടുത്ത് MAC അഡ്രസ്സ് കണ്ടുപിടിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഒരു ക്യാഷയിൽ ARP സ്പൂഫിംഗ് നടക്കുന്ന തടയാനായിട്ട് നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിൻ്റെയും MAC അഡ്രസ്സ് എടുത്ത് അതിൻ്റെ ഗേറ്റ് വേ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമ്മൾ IP അഡ്രസ്സ് കൊടുത്ത് ഓരോരുത്തരുടെയും ചോദിക്കേണ്ട കാര്യമില്ല, ഗേറ്റ് വേയിൽ നിന്ന് ഓരോരുത്തരുടെയും എനിക്ക് എന്ത് ചെയ്യാൻ കിട്ടും,
അതായത് നമ്മുടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തേക്കുന്ന ഒരു പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിലേക്ക് നെറ്റ്വർക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറാനുള്ള ഒരു പാത്ത്, ആ പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഗേറ്റ് വേ എന്ന് പറയും. ആ ഗേറ്റ് വേയിൽ നമ്മൾ ആ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ട് എല്ലാ സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കൊരു ഒരു സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സ് കിട്ടാനായിട്ട് നമ്മൾ ആ ഗേറ്റ് വേ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ARPS എന്ന് പറയുന്നൊരു കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് വിൻഡോസിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഈ നമ്മൾ ഓരോ സിസ്റ്റത്തിനോട് നിൻ്റെ മാക് അഡ്രസ് എന്താണെന്ന് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഗേറ്റ് വേ നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാഷിലേക്ക് ലോഡ് ചെയ്യാം. പിന്നെ ആ ക്യാഷിലിരിക്കുന്നതിനെ നമുക്കൊരു ഹാക്കർക്ക് പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ARP സ്പൂഫിങ്ങിനൊക്കെ കുറേ രീതിയിലൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് നമ്മൾ കൗണ്ടർ മെഷർ സെറ്റ് ചെയ്യുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഒരു കൗണ്ടർ മെഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മുൻകരുതലെടുക്കാം എന്നുള്ളത്. അപ്പം ഓരോരുത്തരോടും നിങ്ങളുടെ മാക് അഡ്രസ് എന്താണെന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് ഒരു കോമൺ ഗേറ്റ് വേയിൽ ആ സാധനം സൂക്ഷിച്ചു വെക്കാൻ നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ നമ്മൾ പരിരക്ഷിക്കുന്നത്. അതായത് ഒരാൾ നമ്മുടെ മാക് അഡ്രസ് എടുത്തുകൊണ്ട് പോയി സ്പൂഫ് ചെയ്യുന്നതിന് തടയിടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഹാക്കർ ഒരു മാക് അഡ്രസ്സ്, തെറ്റായ ഒരു മാക് അഡ്രസ്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എല്ലാ നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുള്ള എല്ലാ സിസ്റ്റത്തിൻ്റെയും മാക് അഡ്രസ്സ് ഒരു സെൻട്രൽ ഏരിയയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവനോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്ത ഇപ്പം നമ്മൾ ARP സ്പൂഫിംഗ് ആണ് കണ്ടതെങ്കിൽ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് DNS സ്പൂഫിംഗ്, ഡൊമൈൻ നെയിം സിസ്റ്റത്തിനെ സ്പൂഫ് ചെയ്യാണ്. ഇപ്പം ജനറലി പറയുകയാണെങ്കിൽ നിങ്ങൾ facebook.com എന്നൊരു സിസ്റ്റം ഒരു സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ നെയിം ഫേസ്ബുക്ക് എന്നാണുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പൂഫ് ചെയ്യും. അതായത് ഫേസ്ബുക്കിന് ചിലപ്പോൾ ഈ ഓരോ കാണുകയില്ല. അപ്പോൾ ഇതിനെ ഡൊമൈൻ നെയിം നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ യൂസറോട് പറയും, നിങ്ങൾ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫേസ്ബുക്കാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യും. പക്ഷേ ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലിങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, പലതരത്തിലുള്ള മാൽവെയറുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സ്പൂഫ് ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് DNS സ്പൂഫിംഗ് എന്ന് പറയും. ഡൊമൈൻ നെയിം സെർവറുകളെ നമുക്ക് സ്പൂഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു DNS സെർവറിന് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ഓതൻറ്റിക്കേറ്റഡ് സോഴ്സിൽ നിന്നാണ് വന്നതെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കും. അതിന് നമ്മൾ DNS സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ടെക്നിക് ദാറ്റ് ട്രിക്സ് ഒരു DNS സെർവറിനെ നമ്മൾ ട്രിക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ബിലീവ് ചെയ്യാണ്. ഒരു മെസ്സേജ് കിട്ടുന്നത് ഒരു ഓതൻറ്റിക് ഇൻഫർമേഷൻ, അതായത് ഒരു ഓതൻറ്റിക് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്, അതുകൊണ്ട് നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വസിപ്പിക്കുന്നൊരു തന്ത്രത്തിന് നമുക്ക് എന്താ പറയാം, DNS പോയിസണിങ് എന്ന് പറയാം. ഒരിക്കലും ഈ ഒരു DNS സെർവർ ഇങ്ങനെ പോയിസൺഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ വിവരങ്ങൾ നമ്മൾ കുറച്ച് സമയത്ത് ക്യാഷ് ചെയ്തതിന് ശേഷം ആ വിവരങ്ങൾ ആ സെർവറിൽ നിന്ന് എല്ലാ യൂസേഴ്സിലേക്കും നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ URL ഒരു യൂസർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെർവറിൻ്റെ വിലാസം പരിശോധിക്കുകയും അതിന് അനുബന്ധമായിട്ടുള്ള IP കണ്ടെത്തിയതിന് ശേഷം എന്ത് കഴിഞ്ഞാൽ അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ, അപ്പം ഒരു യൂസർ കൊടുക്കുന്ന വിലാസം ഒരു ഹാക്ക് ചെയ്യപ്പെട്ട ഇതുപോലുള്ള DNS സെർവറുകൾ ഹാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ആ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന് മലീഷ്യസ് ആയിട്ട് അവർ സ്റ്റോർ ചെയ്തേക്കുന്നെങ്കിൽ മലീഷ്യസ് കോഡുകളായിരിക്കും നമ്മുടെ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുകളിലേക്കൊക്കെ വരുന്നത് അങ്ങനെ ആയിരിക്കും. ഇനി ഒരു DNS അറ്റാക്ക് നടത്താനായിട്ട് പ്രധാനമായിട്ടും അറ്റാക്കർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കർ എക്സ്പ്ലോയിറ്റ്സ് ഒരു ചെറിയ എന്തെങ്കിലും എന്താ പറയുന്നത് ഒരു ഫ്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂനതയായിരിക്കും. DNS സെർവറിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലോസ് ഒരു ന്യൂനതയാണ്. DNS സെർവർ സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിച്ച് ആ ന്യൂനതയായിരിക്കും അറ്റാക്കർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ DNS സ്പൂഫിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. DNS സെർവർ കയറിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ DNS നെയിം മാറ്റുക, ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ അതിൻ്റെ രൂപ മാറ്റിയിട്ട് അതിനെ സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ അറ്റാക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ DNS സെർവർ സോഫ്റ്റ്വെയറിലെ ഒരു പിഴവ് അല്ലെങ്കിൽ മുതലെടുക്കുകയും തെറ്റായ വിവരങ്ങൾ സ്വീകരിക്കാൻ സെർവറിനെ പ്രേരിപ്പിക്കുകയും
സെർവറിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, അത് എന്തെങ്കിലും മലീഷ്യസ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ആവശ്യപ്പെടുന്ന യൂസർക്ക് എന്ത് ചെയ്യും, അത് അവരുടെ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവുകയും ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന പേരാണ് ഇത് പറയുന്നത് ഡി എൻ എസ് സ്പൂഫിംഗ് എന്ന് പറയും. ഡൊമൈൻ നെയിം സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് വേറൊരു പേരിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഒറിജിനലി ഉള്ളതിന് പകരമായിട്ട്. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഡി എൻ എസ് സ്പൂഫിംഗ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാനെറ്റ് സ്പൂഫിംഗ് ഉണ്ട്. ഇൻട്രാനെറ്റ് ഒരു ഓഫീസിലെ അല്ലെങ്കിൽ ഒരു എൻ്റെ ഓർഗനൈസേഷനിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേര് ഇൻട്രാനെറ്റ് എന്ന് പറയും. അപ്പോൾ ഇൻട്രാനെറ്റിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡി എൻ എസ് സെർവറിനെ നമ്മൾ സ്പൂഫ് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഡി എൻ എസ് സെർവറുകളെ നമ്മൾ സ്പൂഫ് ചെയ്യുക. പ്രോക്സി സെർവറുകളുടെ, അതായത് ഒരു യൂസറുടെയും ഒരു ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെയും ഇടയിൽ നിൽക്കുന്ന സെർവറുകൾ നമ്മൾ പറയുന്ന പേരാണ് പ്രോക്സി സെർവർ എന്ന് പറയും. അതിനെ നമ്മൾ പോയിസൺ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ, അതിൻ്റെ ഡി എൻ എസ് എൻട്രീസ് മോഡിഫൈ ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡി എൻ എസ് ക്യാഷിനെ പോയിസൺ ചെയ്യുക. നമ്മൾ ഡി എൻ എസ് എൻട്രീസിനെ മോഡിഫൈ ചെയ്തിട്ട് യൂസറെ റീഡയറക്റ്റ് ചെയ്ത് വേറെ വല്ല ഹോസ്റ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. ഫേസ്ബുക്കിൻ്റെ സെർവറിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഹാക്കറുടെ സെർവറിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് അവർ മലീഷ്യസ് കോഡുകളായിരിക്കും നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡി എൻ എസ് ക്യാഷ് പോയിസണിങ് എന്ന് പറയും. അപ്പോൾ ഇത്രയും ടൈപ്പ് ഉള്ള ഡി എൻ എസ് സ്പൂഫിംഗ് ടെക്നിക്കുകളാണ് ഉള്ളത്. ഓക്കെ.